ഹലോ ഗൈസ്, ഇന്ന് നമ്മൾക്ക് കുറച്ച് വിൻറ്റേജ് ജേർണൽ സപ്ലീസ് ഉണ്ടാക്കി നോക്കിയാലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് വെച്ച് ഇത് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ പേപ്പറാണ്, കുറച്ചുകൂടെ ഒരു വിൻറ്റേജ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലാക്ക് പേപ്പർ മീൻസ് ചാർട്ടിൻ്റെ ചെറിയൊരു പീസ്, പിന്നൊരു പഴയ ബുക്കിനകത്തുള്ളൊരു പേജ്. നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിലേ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയും ഇങ്ങനെയും കിട്ടുന്ന പേപ്പേഴ്സ്, കവേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം, പിന്നീട് ആവശ്യം വരും. അപ്പോൾ പിന്നെ പരിപാടി തുടങ്ങും. ബ്രൗൺ പേപ്പർ എടുക്കുന്നു, പെൻസിൽ എടുക്കുന്നു, ഔട്ട്ലൈൻ കൊടുക്കുന്നു. ഈ ഒരു ഷേപ്പിലുള്ള വിൻഡോ ആണ് ഞാൻ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു നൈഫ് എടുത്തിട്ട് ആ ഉള്ളിലുള്ള പോർഷൻസ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഔട്ട്ലൈനാണ് വേണ്ടത്. ഹാൻഡിൽ വിത്ത് കെയറേ, അതെന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്തതായി ബ്ലാക്ക് പേപ്പർ എടുക്കുന്നു, ഈ ഒരു സൈസ് മതിയാവും. എന്നിട്ട് പെൻസിൽ എടുക്കുന്നു, ഔട്ട്ലൈൻ കൊടുക്കുന്നു. ഇവിടെ ഞാൻ കൊടുക്കുന്ന ഔട്ട്ലൈൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ഈ മിററിൻ്റെ ഒക്കെ സൈഡിലുണ്ടാവില്ലേ ഒരു വിൻറ്റേജ് വൈബിൽ, പണ്ടത്തെ ഒരു വൈബാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നടുവിലൊരു സർക്കിളും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും പിന്നീട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ചെസ്റ്റ് നമ്പർ 3 ഓൺ ദ സ്റ്റേജ്, അതായത് വീണ്ടും ഒരു ബ്ലാക്ക് പേപ്പർ. ഇതേപോലെ തന്നെ വേറൊരു ഷേപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതും ഔട്ട്ലൈൻ കൊടുക്കുക, കട്ട് ചെയ്തെടുക്കുക. നടുവിലൊരു സർക്കിളുണ്ട്, അതും കൂടെ കട്ട് ചെയ്യുക. അപ്പം നമുക്ക് 2 ഫ്രെയിം കിട്ടി. പക്ഷേ ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ആ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന പീസില്ലേ, അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 2 ഫ്രെയിം. ഇതുപോലെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വെക്കട്ടോ. അടുത്തതായി പേപ്പർ ബട്ടർഫ്ലൈ ആണ്. അതിന് വേണ്ടിയിട്ട് പഴയ 2 പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വെറുതെ സ്ക്രാപ്പായിട്ട് ഇടുന്ന പേപ്പേഴ്സാണ്. അത് നമ്മൾ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നൈഫ് എടുത്ത് അതിൻ്റെ ഉള്ളിലും കൂടെ ഞാൻ കട്ട് ചെയ്ത് കുറച്ച് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം എൻ്റെ കൈ മുറിയുന്നത്. ഈ ഒരു നൈഫ് ഭയങ്കര ഷാർപ്പാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. സോ ഹാൻഡിൽ വിത്ത് കെയറേ, ഇതാണ് ബട്ടർഫ്ലൈ. ഇതുപോലെ ഞാൻ 2-3 എണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിസാഹസികമായ വെട്ടൽ മുറിക്കൽ പരിപാടികൾക്ക് ശേഷം നമ്മൾ ഐറ്റംസ് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് ഐറ്റംസ്. ഫ്രെയിമും അതുപോലെ തന്നെ പേപ്പർ ബട്ടർഫ്ലൈയും. ഇത് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം, നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യം വരും. ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ അടുത്ത വീഡിയോസിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ശരി, ബായ്.